കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത് 2017 എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച എൻ്റെയും നിങ്ങളുടെയും മിഷൻ? ഈ മിഷൻ മാസങ്ങളിൽ ദൈവം സ്വന്തം പുത്രനിലൂടെ നമുക്ക് ഏൽപ്പിച്ച ദൗത്യം, മഹാദൗത്യം എന്താണെന്ന് ഒരു തവണ കൂടെ നമ്മളൊന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് സഭകൾ നിലകൊള്ളുന്നത്? എന്തിനു വേണ്ടിയാണ് വിശ്വാസികളെ ദൈവം വിളിച്ചത്? എന്താണ് നമ്മളുടെ ഈ ലോകത്തിലെ ദൗത്യം? ദൈവം ഏൽപ്പിച്ച ദൗത്യം എന്താണ്? വാട്ട് ഈസ് അവർ മിഷൻ? ഈ മിഷൻ മാസങ്ങളിൽ ദൈവം നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് ഒരു പുനർവിചിന്തനം ചെയ്യുന്നതും ഒരു പുനർസമർപ്പണം ചെയ്യുന്നതും നല്ലതായിരിക്കും. ഹെവൻലി ഫീസ്റ്റ് TV പ്രോഗ്രാമുകളുടെ ഈ മിഷൻ മന്ത് സുവിശേഷ ദൗത്യത്തിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുവാനും നമ്മുടെ TV പ്രോഗ്രാമിനെ മറ്റുള്ളവർക്ക്, ഇതുവരെ കർത്താവിൻ്റെ വചനം കേട്ടിട്ടില്ലാത്തവർക്കും, ഒരു പ്രയാസത്തിലോ രോഗത്തിലോ ഒക്കെ ഇരിക്കുന്നവർക്ക് അവരെ ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുവാനും മാത്രമല്ല, നമ്മുടെ ഓരോ എപ്പിസോഡുകളും നടക്കുവാൻ നമ്മളെല്ലാവരും ചേർന്ന് നൽകിയത് കൊണ്ടാണ് ഇടയായത്. ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഭൗതികമായി വിതയ്ക്കുവാനും ഈ മിഷൻ മന്തിൽ നമുക്ക് സാധിക്കും. അപ്പോൾ തന്നെ ഇത് ആരോ പ്രസംഗിച്ച് കുറേ പേര് കേൾക്കുന്ന ഒരു പദ്ധതിയാണോ? പൈസ കൊടുത്ത് ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ്? നോ. എല്ലാവരെയും, ക്രിസ്തുവിനെ അറിഞ്ഞ എല്ലാവരെയും ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ അഡ്വക്കേറ്റ് ബിനോയ് ബ്രദറും ഉണ്ട്. ഈ സുവിശേഷം എന്ന ദൗത്യം നിങ്ങളും ഞങ്ങളും ചേർന്ന് ഈ TV പ്രോഗ്രാമിലൂടെ അറിയിച്ചതുകൊണ്ടാണ് ബിനോയ് ബ്രദർ കർത്താവായ യേശുവിനെ അറിയുവാനിടയായത്. അദ്ദേഹം ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും തുടർന്ന് വളർന്നു വന്ന സാഹചര്യത്തിൽ ഒരു വക്കീലായി, ഒരു പൊതുപ്രവർത്തകനായി, അങ്ങനെ ആത്മീയ ജീവിതമൊന്നും ഇല്ലായിരുന്നു. സ്ഥിതിവിശേഷത്തിലായി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള സാക്ഷ്യമാണ്, ലങ്സ് ക്യാൻസർ രോഗം ബാധിച്ച് ഇനി 3 മാസമേ ജീവിക്കുള്ളൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതി. 3rd സ്റ്റേജ് അല്ലേ? 4th C സ്റ്റേജ് ക്യാൻസറായി. അന്ന് 25 കിലോ വെയിറ്റും ഒക്കെ 2 മാസം കൊണ്ട് കുറഞ്ഞു. അത് കഴിഞ്ഞ് വെയിറ്റ് നോക്കിയില്ല, വീണ്ടും കുറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാര്യം സ്ഥിതി അതുപോലായിരുന്നു. അങ്ങനെ ഡോക്ടർമാർ 3 മാസം കൂടെ മാക്സിമം ജീവിച്ചിരിക്കും എന്ന് വിധി എഴുതി. ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ മടങ്ങി എൻ്റെ വീട്ടിൽ തന്നെ പോയി. അങ്ങനെ രാത്രി ഒരു ദിവസം അങ്ങനെ മരണം ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. അങ്ങനെ ഇപ്പോൾ രാത്രി ഇരിക്കുമ്പോൾ ഒരു ദിവസം TV പ്രോഗ്രാം, തോമസ് ടൂറിനകത്ത് TV പ്രോഗ്രാം രാത്രി യാദൃച്ഛികമായി കാണാനിടയായി. അത് വെച്ചതല്ല, കാണാനിടയായപ്പം മറ്റ് പ്രോഗ്രാം കണ്ട കൂട്ടത്തിൽ ചാനലുകളിലെല്ലാം പരസ്യമായതുകൊണ്ട് സുവിശേഷം കണ്ടു. ആ ഗ്യാപ്പിൽ അന്ന് നമ്മുടെ കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് പ്രോഗ്രാമിൽ ഞാനന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിങ്ങനെ പറയുന്നുണ്ട്, പിന്നെ സഹോദര, നീ മരണം കാത്തുകൊണ്ടാണോ ഇരിക്കുന്നത്? നീ മരിക്കേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മരിച്ചു. നീ ഇന്നത് വിശ്വസിക്കുമെങ്കിൽ ഈ ലോകത്തിൽ ജയകരമായ ജീവിതവും നിത്യജീവൻ്റെ പ്രത്യാശയും നിനക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് സഭയുടെ ദൗത്യം? സഭയുടെ ദൗത്യം ദൈവം മാനവജാതിക്ക് കൊടുത്ത നിത്യജീവൻ നൽകുക എന്നുള്ളത്. ഈ ബൈബിളിലെ, ബിനോയ് ബ്രദർ ബൈബിളൊന്നും എടുത്ത് വായിച്ചാൽ നന്നായിരിക്കും. ഈ ബൈബിളിലെ മുഴുവൻ സന്ദേശവും 66 പുസ്തകങ്ങളടങ്ങുന്ന ഈ ബൈബിളിൻ്റെ മുഴുവൻ സന്ദേശം ഒറ്റ വാക്യത്തിൽ ചുരുക്കാം. അത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവവചനമാകുന്ന ബൈബിൾ. അതിൽ തന്നെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട വാചകം, ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിൽ പരിഭാഷ ചെയ്യപ്പെട്ട വാചകമാണ്, ഏറ്റവും അധികം പ്രസംഗിക്കപ്പെട്ട വാചകമാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ മുഖേന ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി തന്ന വചനം. എന്തിനാണ് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അയച്ചത്? അതിലൂടെ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? അത് സംബന്ധിച്ചുള്ള വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 3:16 അഡ്വക്കേറ്റ് ബിനോയ് ബ്രദർ വായിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം
ലോകത്തെ സ്നേഹിച്ചു. ഒറ്റ വാചകത്തിൽ സുവിശേഷം പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. ഒന്ന്, ഈ സാൽവേഷൻ മുഴുവൻ ലോകത്തിനുള്ളതല്ല. ദിസ് ഈസ് എ യൂണിവേഴ്സൽ സാൽവേഷൻ. എല്ലാവർക്കുമുള്ളതാണ് സുവിശേഷം. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. രണ്ട്, ഇത് വിശ്വസിച്ചാൽ മാത്രം മതി. ഇതിനുവേണ്ടി നമ്മളൊന്നും മുടക്കണ്ട, ചെയ്യണ്ട. പണം മുടക്കില്ല, കർമ്മം ചെയ്യണ്ട, അതിനുവേണ്ടി ഒരു ദാനധർമ്മവും ഇതിനു വേണ്ടി ചെയ്യേണ്ട. ദാനമാണ്. നമ്മൾ ഒരു വലിയ സത്യം തിരിച്ചറിയണം. കർത്താവ് നമുക്കൊന്നും പൈസ മേടിച്ചിട്ടല്ല തരുന്നത്. നാം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് അച്ചീവ് ചെയ്യാനൊക്കത്തില്ല. സുവിശേഷത്തിൻ്റെ പ്രത്യേകത നിത്യജീവനെക്കുറിച്ചായി ഈ സുവിശേഷം. അടുത്ത വാക്കത്തിന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഒന്നുകിൽ നിത്യനാശം, മരണം, നിത്യമരണം, നിത്യനരകം, അല്ലെങ്കിൽ നിത്യജീവൻ. ഇതിലൊന്ന് സർവ്വമാനവജാതിക്കും വേണ്ടി വച്ചിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരും നിത്യജീവൻ, മോക്ഷം, മരണാനന്തരം ദൈവത്തോടു കൂടിയ ആ നിത്യ സൗഭാഗ്യം എല്ലാവരും അനുഭവിക്കണം ദൈവം ആഗ്രഹിക്കും. അതൊരു മതത്തിൻ്റെ അല്ല, അതൊരു ജാതിയുടെ അല്ല, ഒരു സഭയുടെ അല്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, നിത്യ നരകത്തിൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ, ദൈവം ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരു പ്രത്യേക വിഭാഗത്തെയോ സഭയല്ല, മുഴുവൻ ലോകത്തെ സ്നേഹിച്ചു. സുവിശേഷത്തിൻ്റെ, ക്രിസ്തീയ സന്ദേശത്തിൻ്റെ സത്ത ഈ ഒറ്റ വചനത്തിലുണ്ട്. അപ്പം നിത്യജീവൻ മാനവജാതിക്ക് കൊടുക്കുന്നു ക്രിസ്തു മുഖേന. അതാണ് സുവിശേഷം. ആ സുവിശേഷം പക്ഷേ എല്ലാവരും അറിയണം. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മേൽ വന്ന് കയറത്തില്ല. യേശു ക്രിസ്തു അതിനുവേണ്ടി വില കൊടുത്തു. കാൽവരി ക്രൂശിൽ നമ്മൾ അനുഭവിക്കേണ്ട മരണവും നരകയാതനയും പാതാളത്തിൻ്റെ അനുഭവവും ഒരു നിമിഷം ക്രിസ്തുവിൻ്റെ മേൽ വന്നു. നമ്മുടെ പാപത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ച ശാപം അവൻ ചുമന്നു, രോഗം അവൻ വഹിച്ചു. മുഴുവൻ മാനവജാതിക്കും വേണ്ടി ഒരു ബലി കുഞ്ഞാടായി യേശു ക്രിസ്തു സ്വയം ഏറ്റെടുത്തു. ലോകത്തിലെ വേറൊരു ബലിക്കും ആ പൂർണ്ണതയില്ല. കാരണം ലോകത്തിൽ നിന്നെടുത്ത എല്ലാ ഏത് ഒരു ബലി നമ്മൾ നോക്കിയാലും, ഈ ലോകത്തിൽ നിന്നെടുത്ത എല്ലാ അർപ്പണ വസ്തുക്കളും ശാപിക്കപ്പെട്ട ഭൂമിയിൽ നിന്നെടുത്തതാണ്. അവയൊന്നും പരിശുദ്ധമല്ല. എന്നാൽ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ലാത്ത ഉയരത്തിൽ ജനിച്ച ദൈവ കുഞ്ഞാടായ ക്രിസ്തു, കന്യകയിലൂടെ അവതരിച്ച ദൈവിക പരിശുദ്ധൻ, എൻ്റെയും നിങ്ങളുടെയും പാപം തൻ്റെ മേലെടുത്തു. പാപം നിമിത്തമാണല്ലോ മനുഷ്യന് മരണവും നിത്യനരകവും ന്യായവിധിയും എല്ലാം ഉള്ളത്. അതെല്ലാം ക്രിസ്തു തൻ്റെ മേൽ ഏറ്റെടുത്തു, മരിച്ചു. അതിന് കൊടുക്കേണ്ട പ്രൈസ് മുഴുവൻ കൊടുത്തു. ഇനി ആരും കൊടുക്കണ്ട, ഇനി ആരും ഒന്നും പേ ചെയ്യണ്ട. ഇറ്റ് ഈസ് ഫ്രീ, ടോട്ടലി ഫ്രീ. സൗജന്യമാണ് ഈ രക്ഷ. ലോകത്തിലെ മനുഷ്യർ എല്ലാം പലപ്പോഴും രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ദേ ആർ trying to achieve salvation, but I tell you, you cannot achieve it. This is a free gift. സൗജന്യ ദാനം പ്രയത്നം വഴി ആർക്കും കിട്ടത്തില്ല. എൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടോ, ഞാൻ സഭയ്ക്ക് കൊടുത്തത് കൊണ്ടോ, ഞാൻ പാടിയത് കൊണ്ടോ, ആരാധിച്ചത് കൊണ്ടോ, ഉപവസിച്ചത് കൊണ്ടോ, ഞാൻ ദൈവവേലയിൽ നൽകിയത് കൊണ്ടോ, ഞാൻ ഒത്തിരി നന്മ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ എനിക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധ്യമല്ല. കാരണം ദൈവം ഒന്നും വില മേടിച്ചിട്ട് കൊടുക്കത്തില്ല. ഈസ് ദ കിങ് ഓഫ് കിങ്സ്. അവൻ രാജാതി രാജാവ. സകലത്തെയും ഉളവാക്കിയ മഹാസമ്പന്നനായ ദൈവം ദാനമേ നൽകാറുള്ളൂ. സോ അതാണ് ഈ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ ദാനമാണിത്. യേശുവിനെ ഗിഫ്റ്റാണ്. സാൽവേഷൻ ഈസ് എ ഗിഫ്റ്റ്. ജീസസ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. നിത്യജീവൻ ഒരു സൗജന്യ ദാനമാണ്. അതാർക്കും മേടിക്കാനൊക്കത്തില്ല. ഈ ദാനം ലോകത്തിൽ പലരും അറിഞ്ഞിട്ടില്ല. ബ്രദർ അന്ന് TV പ്രോഗ്രാം കാണാൻ ഇടയായത് വാസ്തവത്തിൽ രോഗത്തിൻ്റെ തീവ്രതയിൽ ഇരുന്നപ്പോഴാണ്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന ആരും ആദ്യമേ നിത്യജീവന് വേണ്ടി ഒന്നും വന്നവരല്ല, രോഗസൗഖ്യത്തിന്. പക്ഷെ എനിക്ക് തോന്നുന്നു ബ്രദർ വന്നപ്പോൾ രോഗസൗഖ്യം കിട്ടുമെന്നല്ല. ഞാൻ ആ പ്രോഗ്രാം കണ്ടപ്പം തോമസ് വായിന്ന് വന്നത് കൊണ്ടാണ്.
കാരണം ഞാൻ ഈ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളൊക്കെ പഠിച്ച് വചനമൊക്കെ കുറച്ചൊക്കെ അറിയാം, ഉള്ളിൽ കിടപ്പുണ്ട്. പിന്നെ അതുമായിട്ടൊന്നും കണക്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ തോമസ് അത് പറഞ്ഞപ്പം ഈ ലോകത്തിൽ ജയകരമായ ജീവിതം, കാരണം മാനുഷികമായി ഡോക്ടർ പറഞ്ഞു വിട്ടേക്കുന്നത് 3 മാസത്തിനകം തീരും, മരിച്ചു. ആ ഭാഗത്തിന് പ്രതീക്ഷയില്ല. കാര്യം എൻ്റെ ഭവനത്തിൽ ക്യാൻസർ വന്ന് 13ഓളം പേര് അതിന് മരിച്ചു പോയതാണ്. അവസാനം എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ വരെ 1 വർഷം മുമ്പ് മരിച്ചു. അപ്പോൾ ക്യാൻസർ വന്ന ആരും ജീവിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം മരണം ഉറപ്പാണ്. എന്നാൽ നിത്യജീവൻ എന്നൊന്ന് കേട്ടു. എന്നാൽ നിത്യജീവൻ പഠിച്ചത് മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം അന്നേരം പറഞ്ഞു ഈ ലോകത്തിൽ ജയകരമായ ജീവിതം. വാസ്തവത്തിൽ ഈ ഇടക്കാലത്ത് രോഗമൊക്കെ ആയപ്പോൾ ഈ മരണാനന്തരം എന്ത് സംഭവിക്കുന്നൊക്കെ ഒരു പേടി വരാൻ തുടങ്ങി. ഭയങ്കര ഭയമായിരുന്നു. ഭയം കൂടെയാണ് ഉറക്കമില്ലാത്തതിൻ്റെ അടുത്തൊരു കാരണം. ശരിക്കും ഭയമുണ്ട്. എന്തായിപ്പോൾ ഭാര്യ, 3.5 വയസ്സുള്ളൊരു മകന്, ചെറുപ്പത്തിൽ അനാഥനാകാൻ പോകുന്ന കുഞ്ഞ്, വിധവയാകാൻ പോകുന്ന ഒരു ചെറുപ്പമായൊരു ഭാര്യ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്തകൾ നമ്മളെ അലട്ടി. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു പേടിയില്ല. കാര്യം നിരവധി കേസുകൾ, ജയിൽ കിടപ്പൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിന് മുമ്പിലും അങ്ങനെ പതറാറില്ല, ഭയപ്പെടാറുമില്ല. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോഴും ആദ്യം കേട്ടപ്പോഴൊന്നും എനിക്ക് ഭയമില്ലായിരുന്നു. ഞാൻ മടങ്ങി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ബെഡ്റൂമിൽ ഒറ്റയ്ക്കായപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയമെല്ലാം ഉള്ളിൽ കയറാൻ തുടങ്ങി. ഉറക്കമില്ല, ഊണില്ല. അങ്ങനെ രോഗം ദിവസം ഞാൻ ശരിക്കും എനിക്ക് എൻ്റെ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങി. ശരീരം പതുക്കെ ഡൗൺ ആവാൻ തുടങ്ങി. ഭയം കൂടി ഉള്ളിൽ കിടപ്പുണ്ട്. ഉറങ്ങിയാൽ എൻ്റെ ചേച്ചി ജ്യേഷ്ഠൻ്റെ ഭാര്യ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. അപ്പോൾ ഉറങ്ങിയാൽ രാവിലെ എഴുന്നേക്കുമെന്നൊരു പ്രതീക്ഷയില്ല. ആ ഒരവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം ജീവിക്കുമെന്നൊരു പ്രതീക്ഷയില്ല. അപ്പം മരണത്തിനപ്പുറത്തുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നിത്യജീവനെ പിടിച്ച്. എന്നാൽ നിത്യജീവനെങ്കിൽ നിത്യജീവൻ അത് കിട്ടാൻ വേണ്ടി കോട്ടയത്ത് ടെൻഡി വന്നു അതിനു വേണ്ടി നിത്യജീവൻ. അപ്പം എന്നാൽ കോട്ടയത്തെ ടെൻറ്റിൽ ബ്രദർ നിത്യജീവന് വേണ്ടിയാണ് വന്നത്. അതെ അതെ അതെ. കാര്യം പ്രതീക്ഷ അറ്റുപോയി. എന്നാൽ 10,000-കണക്കിന് പേർ നിത്യജീവന് വേണ്ടി അല്ല യേശുവിൻ്റെ അടുക്കൽ വന്ന്. 10,000-കണക്ക് പേർ നിത്യജീവന് വേണ്ടി അല്ല ഇന്ന് ഈ TV പ്രോഗ്രാം കാണും. കാരണം അതിനേക്കാൾ വലിയ വിഷയം കിടക്കുക. ജപ്തി നടപടി മുമ്പിൽ നിൽക്കുമ്പോൾ നിത്യജീവൻ ആർക്കും വേണ്ട. കുഞ്ഞുങ്ങൾ വഴിതെറ്റി ഭീകരമായ അവസ്ഥയിൽ പോകുമ്പോൾ അവർക്ക് മരണാനന്തര ജീവിതമല്ല അവർക്ക് വിഷയം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നത് മനുഷ്യർക്ക് നിത്യജീവൻ നൽകാൻ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തില്ല. മാത്രമല്ല കർത്താവായ യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ പറഞ്ഞ ക്രിസ്തുവിനെ പോലെ മറ്റാരുമില്ല. അപ്പം ആ നിത്യജീവനായ കർത്താവായ യേശു ക്രിസ്തു നിത്യജീവൻ കൊടുക്കാനാണ് വന്നതെങ്കിലും തൻ്റെ അടുക്കൽ വന്നവരോടെല്ലാം നിൻ്റെ കടഭാരമാണോ അതൊന്നും പറഞ്ഞാൽ അങ്ങനെ മരണാനന്തരം ജീവിക്കേണ്ടതെന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ രോഗികളോട് രോഗമൊന്നും വിഷയമല്ല, നിത്യജീവനല്ല വിഷയം, അങ്ങനെ പറഞ്ഞില്ല. ചിലർ അങ്ങനെ പറയുന്നവരുണ്ട്, രോഗമാണോ വിഷയം, നിത്യജീവനല്ല പ്രധാനം. കർത്താവും അങ്ങനെ പറഞ്ഞില്ല, അപ്പോസ്തലന്മാരും പറഞ്ഞില്ല. അവരുടെ ഫെൽറ്റ് നീഡിൽ ആ സമയത്ത് അവരുടെ ഏറ്റവും ഭാരം എന്തായിരുന്നു അതിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. ബ്രദറാണേലും നിത്യജീവൻ ഉദ്ദേശിച്ച് വന്നു, രോഗസൗഖ്യം തന്നു, കർത്താവ് തന്നു, അത്ഭുതകരമായി വിടുവിച്ചു. ആ കൂടെ തന്നെ നിത്യജീവൻ എപ്പോഴകത്ത് വന്നതെന്ന് അറിയത്തില്ല. വാസ്തവത്തിൽ നിത്യജീവൻ എപ്പോഴാണ് വരുന്നത്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഞാൻ വിശ്വസിക്കുമ്പോൾ. ഇപ്പം ബിനോയ് ബ്രദറിൻ്റെ മുഖത്തോട്ട് നോക്കിയാലും സന്തോഷമുണ്ട്, എപ്പം നോക്കിയാലും ഒരു ചിരിയുണ്ട്. ചിരിക്കാനേ ഇപ്പോൾ വകുപ്പുള്ളൂ. അതിന് കാരണം രോഗസൗഖ്യം മാത്രമല്ല. അല്ലല്ല, തോമസ് നിത്യജീവനെ വന്നെന്ന് പറഞ്ഞാലും അപ്പം ഞാൻ അന്ന് കേട്ടതിലാണ് ഞാൻ വന്നത്. പക്ഷേ ടെൻറ്റിൽ വന്ന് കണ്ടപ്പം എൻ്റെ അടുത്ത് നിന്നൊരു അമ്മച്ചിയുടെ മുഴ മാറിപ്പോന്നു. തളർന്നു വന്ന ഒരാൾ എഴുന്നേറ്റ് നടക്കുന്നു. അന്നേരം എൻ്റെ ഉള്ളിൽ പ്രതീക്ഷ വന്നു, എനിക്കും സൗഖ്യം, രോഗസൗഖ്യത്തിൻ്റെ പ്രതീക്ഷ അന്നേരം വന്നത്. അതിന് ശേഷം ഞാനൊരു TV-യിൽ ഒരു പ്രോഗ്രാം കാണുക, നമ്മുടെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഉള്ള ബെഞ്ചി വേറും കുടുംബമായിട്ട് തോമസ് ടെന്നൊരു ഇൻ്റർവ്യൂ. അവരെല്ലാം ഡോക്ടർമാരാണ്. അദ്ദേഹം ഇതേപോലെ ക്യാൻസർ ആയിരുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് ലിംഫോമ മുഴുവൻ പുള്ളിയുടെ അവസ്ഥയൊക്കെ വളരെയധികം വിശദമായിട്ട് പറയുന്നുണ്ട്. അവരെല്ലാം ഡോക്ടേഴ്സുമാണ്, ഞാനൊരു വക്കീലുമാണ്. നമ്മുടെ ബുദ്ധി കുറച്ചുണ്ടല്ലോ. അപ്പം ആ ഒരു ഡോക്ടർ നിന്ന് പറയുക, ഡോക്ടർ കുടുംബം നിന്ന് പറയുക അവർ സൗഖ്യമായത്. തോമസ് ആണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇദ്ദേഹത്തിന് ഇത് കിട്ടുമെങ്കിൽ എനിക്കും കിട്ടും. അപ്പം രോഗസൗഖ്യവും നിത്യജീവനും കിട്ടി. ഇന്ന് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സഭയുടെ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ദൗത്യം യേശു ക്രിസ്തു മുഖേനയുള്ള നിത്യജീവൻ. അതിനുവേണ്ടി ഇനി ലോകത്തിൽ ആരും ഒന്നും കൊടുക്കണ്ട. ഇതൊരു സഭയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെ അല്ല. ദിസ് ഈസ് ഫോർ ഓൾ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷയുണ്ട്.
പക്ഷേ ഈ പുത്രനെ ഒന്ന് അറിയണ്ടേ. അതുകൊണ്ടാണ് ആ മിഷണറി ബോധ്യത്തോടെയാണ് പൗലുസ്ലിഹ റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും. അപ്പം ഈ സത്യം പ്രസംഗിക്കപ്പെടണം. അത് അറിയാത്തവർക്കത് കിട്ടില്ല. അപ്പോൾ അത് അറിയിക്കേണ്ട ജോലി ആരുടെയാണ്? ഒരു പാസ്റ്ററുടെയോ ഒരച്ഛൻ്റെയോ ഒരു ബിഷപ്പിൻ്റെയോ ഒരു ശുശ്രൂഷകൻ്റെയോ മാത്രം ജോലിയല്ല. ഇത് മുഴുവൻ സഭയുടെയും ജോലിയാണ്. ഈ സുവിശേഷം അറിഞ്ഞ മുഴുവൻ പേരും ഒരർത്ഥത്തിൽ കടക്കാരാണ്. അതെ. ഞാൻ ഇന്ന് പകൽ ഇതിനു മുമ്പ് മീറ്റിങ്ങിൽ വിശ്വാസികളോട് പറയായിരുന്നു, എല്ലാവരുടെയും ദൗത്യം ആ സുവിശേഷം അറിയിക്കും. എല്ലാവരുടെയും ദൗത്യം. അതാരോ സ്വർഗീയ വിരുന്നിൻ്റെയോ വേറൊരു സഭയുടെയോ മാത്രം ദൗത്യമല്ല, അല്ലേ? മുഴുവൻ പേരുടെയും ദൗത്യമാണ്. അതാണ് മിഷൻ. ഈ മിഷൻ മാസങ്ങളിൽ ഒരു ദൗത്യബോധം എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന എല്ലാ വിശ്വാസികളുടെ ഉള്ളിൽ വരട്ടെ. വിനോയ് ബ്രദറെ, ഇന്ന് പകലത്തെ ശുശ്രൂഷ ഞാൻ പറയായിരുന്നു, ഇപ്പം ബിനോയ് ബ്രദറിനെ ഞാൻ ഒരു 10,000 രൂപ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, ഒരു 5,000 രൂപ നമ്മുടെ ബ്രദറിനോട്, വർഗീസ് ബ്രദറിനോട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ബ്രദറിൻ്റെ കയ്യിൽ 10,000 രൂപ കിട്ടിയാൽ ബ്രദർ പിന്നെ എത്രയും വേഗം 5,000 രൂപ അദ്ദേഹത്തെ ഏൽപ്പിക്കുക എന്നുള്ളത്. ഒരു നല്ല മനസ്സുള്ള ആളാണെങ്കിൽ അത് കൊടുത്തു തീർക്കോളം അവർക്ക് സ്വസ്ഥതയില്ല. ഇതേ ഒരു ആശയത്തിലാണ് പൗലുസ്ലിഹ പറയുന്നത്, ഞാൻ യഹൂദന്മാർക്കും യവനന്മാർക്കും ദാസന്മാർക്കും സ്വതന്ത്രന്മാർക്കും എല്ലാം കടക്കാരനാവും. മനുഷ്യരെ എല്ലാം കാണുമ്പോൾ ഇയാളോടും കൂടെ എനിക്ക് കടം വീട്ടാനുണ്ട്. അതുകൊണ്ട് ഈ മിഷൻ മന്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ഹെവൻലി ഫീസ്റ്റ് TV പ്രോഗ്രാമിലേക്ക്, TV പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ലോകമൊക്കെ സുവിശേഷം എത്തിക്കുന്നു, അതിലേക്ക് വിതയ്ക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയോടും നിങ്ങൾ കടക്കാരൻ. നിങ്ങൾ സാധാരണ സാധനമാക്കുന്ന ബേക്കറിക്കാരൻ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ സഹവിദ്യാർത്ഥികൾ, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തെ ആ ആൾക്ക് വേണ്ടി കൂടെ യേശു ക്രിസ്തു മരിച്ചത്. അവരുടെ പാപപരിഹാരത്തിനോടുള്ള വില യേശു കൊടുത്തു. അതവരറിയണ്ടേ. അവർ ചിലപ്പോൾ ഈ സുവിശേഷത്തെ എതിർക്കുന്നവരായിരിക്കാം. പക്ഷേ പൗലുസ്ലിഹ പറയുന്നുണ്ട്, ഞാൻ ആ ന്യായവിധിയുടെ ഭീകരത, ഈ ലോകത്തിലെ സകല മനുഷ്യരും പാപത്തിൽ പെട്ടുപോയി, അവരെല്ലാം ഒരു ന്യായവിധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ആ ന്യായവിധിയുടെ ഭീകരമായിരിക്കും ന്യായവിധിയുടെ ഭീകരത കാണുമ്പോൾ ഞാൻ ഓരോരുത്തരോടും അപേക്ഷിക്കുക, ഒന്ന് യേശുവിനെ അറിയണമേ. അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട. ഈ യേശുവിനെ ഒന്ന് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ, യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപത്തിനും പരിഹാരമുണ്ട്, ഞാൻ ആ യാഗത്തെ എൻ്റെ പാപപരിഹാരത്തിനായിട്ട് ഏറ്റെടുക്കുന്നു എന്നൊരു വ്യക്തി ഹൃദയത്തിൽ വിശ്വസിച്ച് പറഞ്ഞാൽ മാത്രം മതി. സ്വർഗീയവിരുന്ന് വരുന്നതുകൊണ്ടല്ല, ഏതോ മതത്തിലാകുന്നത് കൊണ്ടല്ല, ഹൃദയത്തിൽ ക്രൂശിൽ നടന്ന ബലിമരണം എൻ്റെ പാപത്തിനുമാണ്, ആ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ആ വ്യക്തിക്ക് നിത്യജീവൻ കിട്ടും. ആ വ്യക്തിയുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. ക്രൂശിൽ നടന്ന യാഗത്തിൻ്റെ ഗുണഭോക്താവായി ആ വ്യക്തി മാറും. ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു സ്കീമിൽ നമുക്കെല്ലാം എന്തെങ്കിലും സൗജന്യമായി നൽകുകയാണ്. എന്നാൽ അറിയാത്ത ആൾക്കതെങ്ങനെ കിട്ടും? സോ ഈ മിഷൻ മാസങ്ങളിൽ ഒരു വലിയ ദൗത്യബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തം നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയോടും യേശുവിൻ്റെ സ്നേഹം അറിയിക്കണം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. മാത്രമല്ല, ഇന്ന് പല അവസരങ്ങളും എനിക്ക് വ്യക്തിപരമായി പറയാൻ തന്നു. വിനോയ് ബ്രദറെ, ഞാൻ കർത്താവിനെ അറിഞ്ഞ് ഞാൻ പരിശുദ്ധാത്മ നിറവിലേക്കും സ്നാനത്തിലേക്കും വന്ന കാൺപൂരിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവിനെ അറിഞ്ഞ ശേഷം മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ ഈ യേശുവിനെ അറിയാത്തവർ എങ്ങോട്ട് നാശത്തിലേക്ക് പോകുന്നല്ലോ എന്നുള്ള വലിയ ഭയവും ഭാരവും മനസ്സിൽ. ഒരു റിക്ഷയിൽ യാത്ര ചെയ്താൽ അറിയാവുന്ന ഹിന്ദിയിൽ യേശുവിൻ്റെ സുവിശേഷം അവരോട് പറയും, അറിയാവുന്ന ഹിന്ദിയിൽ. കൂട്ടുകാരോടെല്ലാം പറയും, സഹപാഠികളോട് പറയും, ഞാൻ കടയിൽ പോയാൽ അവിടെ പറയും. അന്നും ഇന്നും ഇതൊരു കടം തീർക്കലാണെന്ന് എനിക്ക് വ്യക്തമാണ്. സോ ഈ ബിനോയ് ബ്രദർ സൗഖ്യം പ്രാപിച്ച് ഇന്ന് ബിനോയ് ബ്രദറിലൂടെ എത്രയോ പേർ, അല്ലേ, ഒത്തിരി പേര് സൗഖ്യമായിട്ടുണ്ട്. ഒരു കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് ഇത് മിണ്ടാതിരിക്കാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പൗലുസ്ലിഹ പറയുന്നത്. റോമർ 10:13 മുതൽ ഒന്നുകൂടെ വായിച്ച്, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതാണ്. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും?
സോ ഒന്നുകിൽ അറിയിക്കുക, അല്ലെങ്കിൽ അയക്കുക. ഒന്നുകിൽ പോയി പറയുക, അല്ലെങ്കിൽ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം എഫക്റ്റീവായി നടക്കുന്ന ഒരു സുവിശേഷ വേലയാണ് ടെലിവിഷനിലൂടെ ക്രിസ്തുവിൻ്റെ ആ സ്നേഹം അറിയിക്കുന്നത്. ആ ഒരൊറ്റ ടെലിവിഷൻ പ്രോഗ്രാമാണ് പ്രിയ സഹോദരൻ അഡ്വക്കേറ്റ് ബിനോയ് ബ്രദറിനെ രോഗസൗഖ്യം മാത്രമല്ല, നിത്യജീവൻ്റെ ഉറപ്പോടെ മരണഭയം മാറി ധൈര്യത്തോടെ ഇവിടെ ഇരുത്തിയിരിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഈ മിഷൻ മാസങ്ങളിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ ദൗത്യബോധം ഒന്നുകൂടെ തിരിച്ചെടുത്തേ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം, ജോലി ചെയ്യണം. ഇതൊക്കെ ചെയ്ത് അവസാനിച്ചാൽ മതിയോ? യേശു പറയാണ്, നോഹയുടെ കാലത്തും അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും വിറ്റും നട്ടും തിന്നും പോന്നു. ജലപ്രളയം വരുവോളം അവരൊന്നും അറിഞ്ഞില്ല. സോ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും വിശ്വാസികളോടാണ് ഞാൻ ചോദിക്കുന്നത്, വിറ്റും നട്ടും തിന്നും വീട് വെച്ചും അവസാനിച്ചാൽ മതിയോ? സുവിശേഷത്തിൻ്റെ ഒരു ദൗത്യം എല്ലാവരുടെയും അല്ലേ? അത് ഒന്നോ രണ്ടോ പേരുടെയാണോ, ഒരു പാസ്റ്ററുടെ ആണോ, ഒരു അച്ഛൻ്റെ ആണോ? നമ്മുടെ എല്ലാം ദൗത്യമാണ്. നമ്മൾ കടക്കാരാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും കടക്കാരന്. ഒന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാവശ്യത്തെ മിഷൻ മന്തിൽ സപ്പോർട്ട് ചെയ്യുവാൻ, അതിനുള്ള എങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ വിവരങ്ങൾ കിട്ടും. നമുക്ക് കൊടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ബിനോയ് ബ്രദർ ആ മിഷണറി ഹൃദയത്തിനായി എല്ലാ ദൈവമക്കളും ആ ബോധ്യത്തോടെ എഴുന്നേറ്റ് പ്രവർത്തിക്കുവാനും ഈ മിഷൻ മന്ദിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുക. കർത്താവ്, ഇന്ന് ഈ കേട്ട വചനം കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തുറക്കുവാൻ തക്കവണ്ണം നീ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചല്ലോ. നീയാണത് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കേണ്ടത്, നീയാണ് ഞങ്ങളുടെ പ്രവർത്തിക്കേണ്ടത്. കർത്താവ്, ഇത് കാണുന്ന മുഴുവൻ പേർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ മക്കൾക്ക് കർത്താവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കുവാൻ, ഈ മിഷൻ മന്ദിൽ ധാരാളമായി വിതയ്ക്കുവാൻ നീ മക്കളുടെ ഹൃദയങ്ങളിൽ നീ ഇടപെട്ട വലിയ കൃപയ്ക്കായി സ്തോത്രം. അപ്പോൾ തന്നെ ഇവരെല്ലാ മേഖലയും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഈ പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുക. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ വരുമാന മാർഗം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികളായിരിക്കുന്നവർ, കർത്താവെ ബിനോയ് ബ്രദറിനെ സൗഖ്യമാക്കിയ യേശുവെ, ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എവിടെയാണോ സൗഖ്യങ്ങൾ നടക്കട്ടെ, ക്യാൻസറുകൾ വിട്ടുമാറട്ടെ, ചെവികൾ തുറക്കപ്പെടട്ടെ, കണ്ണുകൾ കാണട്ടെ, ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ, പൂർണ്ണ വിടുതലാകട്ടെ. മറ്റ് വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ ഏറ്റെടുത്താട്ടെ, സൗഖ്യം പ്രാപിക്കുക. അപ്പോൾ തന്നെ കർത്താവെ, മിഷൻ മന്ദിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാവശ്യത്തെ മിഷൻ മന്ദിലൂടെ ഞങ്ങൾക്ക് തുടർന്നുള്ള നാളുകൾ സാറ്റലൈറ്റ് വഴി വിവിധ ചാനൽ വഴി കൊടുക്കുവാൻ വേണ്ടത് മുഴുവൻ കർത്താവ് ഒരുക്കണമേ. ഞങ്ങൾ ഒന്നിച്ച് സമാഹരിക്കുക കർത്താവെ, അത് തന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവെ, ഈ കേൾക്കുന്ന ഓരോ വ്യക്തിക്ക്, അവർ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോട് യേശുവിൻ്റെ സ്നേഹം പറയുവാൻ, നിന്റെ വരവ് അടുത്തല്ലോ, സുവിശേഷത്തിന് നിൽക്കുവാൻ, സുവിശേഷ കുടുംബങ്ങളായി തീരുവാൻ ഇടയാക്കണം. അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെട്ടെന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കണം. സുവിശേഷത്തിനായിട്ട് നമുക്ക് നിൽക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.